എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? ആരനെ? അതെ, മനസ്സിലായില്ല. ആരാധിക ഗായകനാണെന്നുള്ള വിവരം മൊത്തത്തിൽ പാട്ടാക്കിയില്ലേ? അല്ല, പാട്ടായ സ്ഥിതിക്ക് ഇനി കോളേജ് സ്റ്റുഡൻസിന്റെ ബഹളമായിരിക്കും ഇവിടെ. ഇവര് കോളേജ് സ്റ്റുഡന്റാ? അല്ല, LP സ്കൂളില്ല. കീർത്തനങ്ങളൊക്കെ കേട്ട് കാണും, ഫാനായി മാറിയിരിക്കും അല്ലേ മുത്തശ്ശി? ചുറ്റി കളിക്കുന്നേ എടുക്കാൻ വന്നതാ. കാര്യം പറഞ്ഞ അതെ, എന്താ ഇത്? കിമ്പളാണ്, വെച്ചോളൂ. ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നുണ്ട്. എനിക്ക് കിമ്പളം വേണ്ട. കിമ്പളം വാങ്ങണ വേറെ ആരെങ്കിലും എന്താ ഇവിടെ? കുമ്പളത്തുകാരൊരു രാവുണ്ണിയുണ്ട്, അവനിന്ന് ലീവാ, വന്നില്ല. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ലേശം മറ്റവനെ വാങ്ങാനായിരുന്നേ. മറ്റവനോ? മദ്യോ. കാർന്നവരെ നിങ്ങൾ എന്തൊന്നാണ് വിചാരിച്ചത്? മദ്യപിക്കാൻ ഇത് ബാർ അറ്റാച്ച്ഡ് ഹോസ്പിറ്റൽ ആണെന്ന് കരുതിയോ? നിങ്ങൾ ഈ പറഞ്ഞത് വേറെ ഏതെങ്കിലും അറ്റൻഡർമാരോ ആയിരുന്നെങ്കിൽ നിങ്ങൾ അപ്പനെ മോനെ ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തേനെ. നിങ്ങൾക്ക് മര്യാദ ഇല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഒരു മാന്യത ഉണ്ട്, അറിയാമോ? കാശെട്. സാധനം വാങ്ങിക്കാനുള്ള കാശെടുക്കാൻ ഏത് വേണം, എത്ര വേണം? 1 പൈന്റ് റം. 1 പൈന്റ് മതി. അപ്പൊ ചേട്ടന് വേണ്ടേ? കന്നാലി, അപ്പൊ നീ കഴിക്കല്ലേ? എങ്കിൽ പിന്നെ പുള്ളു തന്നെ ആയിക്കോട്ടെ. കെട്ടിപ്പിടിച്ച് കണ്ട് കാശെടുക്ക. എടുക്കാലോ. ഉണ്ട്, തികച്ചുണ്ട്. അത് കൂടുതലോ? 3 സോഡ. രണ്ടെണ്ണേ ഉള്ളൂ. കുഴപ്പമില്ല, പൊട്ടിച്ചതിനകത്തോട്ട് ഒഴിച്ചോ. ഫ്ലാസ്കിൽ സോഡയാ? പിന്നെ ടാങ്കറിൽ കൊണ്ടുപോകണം സോഡ. ഒഴിക്കേ. ബാക്കി പൈസ പോട്ടെ. കുപ്പി താനെടുത്തോ. നീ എന്തുട്രേ അളക്കണേ? അങ്ങനെ ഒഴിക്കടാ ചാവി. കാർവരെ, എന്തിനും ഒരു അളവുള്ളത് നല്ലതാ. ഇക്കാലത്ത് സ്നേഹം വരെ അളന്നല്ലേ കൊടുക്കുന്നത്. നീ കൊറിക്കാനൊന്നും വാങ്ങിയിട്ടില്ലേ? വെളിയിൽ നിന്ന് എന്തിനാ വാങ്ങുന്നത്? എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. മൾട്ടി വിറ്റാമിൻ, കാൽഷ്യം, സാൻഡോസ്, സൂപ്രാഡൈൻ, ജലൂസിൽ. നീ എന്തുട്ടേ പറയണേ? കപ്പലണ്ടിക്ക് പകരം ഗുളിക കഴിക്കേ. ഇതൊക്കെ വിറ്റാമിൻ ആണ്. മദ്യം വിഷമാണെന്നല്ലേ പറയാറ്. മദ്യത്തിന്റെ കൂടെ ഈ വിറ്റാമിൻസും കൂടെ കഴിച്ചാൽ എല്ലാം ബാലൻസ് ആയി, ലിവർ ഓക്കെ. വേണമെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പിൽസ് മിക്സർ ആയിട്ട് കഴിക്കാം. ഭക്ഷണത്തിന് മുൻപോ പിമ്പോ എങ്ങനെ വേണേലും കഴിക്കാം, പക്ഷേ മാറിപ്പോരുത്. ഒരു ദിവസം വിറ്റാമിൻ ആണെന്ന് കരുതി സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു, 2 ദിവസം ഉറങ്ങിപ്പോയി. കറുതൽ കഴിക്കേ. സ്നേഹം. എനിക്ക് ഇതിനോട് സ്നേഹം ഉണ്ട്, അതുകൊണ്ടല്ലേ ഇത് വാങ്ങാൻ പറഞ്ഞേ. സ്നേഹം വരുന്നു. എനിക്ക് നേരത്തെ വന്നതാ, നിനക്ക് ഇപ്പോഴല്ലേ സ്നേഹം വന്നത്? എന്നോട് അല്ല, നഴ്സ് സ്നേഹലത വരുന്നെന്ന്. കാരണം ഈ മറവിൽ ഒളിച്ചോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതിയേ. അതൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാം. അതിപ്പോ സ്വല്പം മുമ്പേ അവിടെ നിൽക്കുകയായിരുന്നു. എന്താ സ്നേഹം? സ്നേഹലതയെ സ്നേഹം കൊണ്ട് സ്നേഹം എന്ന് ചെറുതാക്കി. തൽക്കാലം താൻ എന്നെ അങ്ങനെ ചെറുതാക്കണ്ട. താൻ എന്നാ റാഫേലിന്റെ ഫാദറിനെ MD വിളിക്കുന്നു പോയി പറ. അയാൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ. അല്ല, ഞാനിവിടെ ഉണ്ട്. നിങ്ങളെന്താ ഇവിടെ? നേഴ്സമ്മല്ലേ പറഞ്ഞ MD വിളിക്കണമെന്ന്. അതല്ല ചോദിച്ചത്, ഇവിടെ എന്താ കാര്യം? അതെന്നെ പറഞ്ഞ MD വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാനിപ്പോഴും വന്നിട്ട് കേട്ടോ നേഴ്സമ്മേ, ഈ എന്താ സ്നേഹലത ബോധമില്ല സംസാരിക്കുന്നത്? നുള്ളിൽ കീറി ചോദിക്കണോ? കാരണം MD വിളിക്കുന്ന അങ്ങോട്ട് ചെല്ലാ. വിളിക്കാലോ. ഞാനൊരു പേഷ്യന്റ് അപ്പനാണ്, എന്നെ വിളിക്കാലോ MDക്ക്. ഒന്നാ വഴി വഴി. അതന്നെ. സസ്പെൻഷൻ ഉറപ്പായി. വേണ്ട, നിന്നോളാം. ഇരിക്കെ കാർലോസേ. വേണ്ട, എന്തുട്ടാ ഡോക്ടർ ഇത്? അത് ശരിയാവില്ല കേട്ടോ.
റാഫേലിന്റെ ഫാദറിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിപ്പിച്ചെന്നേ ഉള്ളൂ. എവിടെ താമസിക്കുന്നത്? വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ വടക്കാഞ്ചേരി. വേറൊരു വടക്കാഞ്ചേരി ഉണ്ട്, അത് വടക്കഞ്ചേരിയാണ്, ആലത്തൂര്. റാഫേലിനെ കൂടാതെ അവനും ഒരുത്തനെ ഉള്ളൂ, ആണും പെണ്ണുമായിട്ട്. റാഫേലിന്റെ അമ്മ? കുഞ്ഞിന്റെ അമ്മ. ഇവൻ 5 വയസ്സുള്ളപ്പോ അവളാ പോയി. അന്ന് ഞങ്ങളെ കുന്നോളത്തായിരുന്നു. വടക്കാഞ്ചേരിയിൽ എന്റെ അമ്മ വീട്ടുകാരുണ്ടേ. ഞാൻ പണിക്ക് പോകുമ്പോ അവനെ എവിടെങ്കിലും ഏൽപ്പിക്കണല്ലോ, അതാ അങ്ങടാ പോയേ. അപ്പൊ ശരിക്കുള്ള സ്വദേശം കുന്നംകുളമാണ്? അതെ, കുന്നോളത്ത് സെന്റ് ജോർജ് ചർച്ച് അറിയില്ലേ, അതാ ഇടവക. റാഫേലിന്റെ മാമൂസ മുക്കിയതും അവന്റെ അമ്മനെ അടക്കിയത് അവിടാണേ. നല്ല ശക്തിയുള്ള പുണ്യാളനാണ്, വിളിച്ച വിളിപ്പുറത്താണ്. എന്റെ റാഫേലിന് വേണ്ടി അവിടെ ഞാൻ നേർച്ച നടന്നിട്ടുണ്ട്. റാഫേലിന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകാൻ വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സമാധാനമായിട്ട് പോയിക്കോളൂ. അപ്പൊ കാർലോസ് അങ്ങട് കുന്നംകുളം സെന്റ് ജോർജ് ചർച്ച്. കാർലോസ് ഈ ഇടവകക്കാരൻ തന്നെയായിരുന്നു. ഭാര്യ മരിച്ച ശേഷമാണോ ഇവിടുന്ന് പോയതെന്ന് നല്ല ഓർമ്മയില്ല. കാലം കുറെ ആയില്ലേ. അതിനിടയിൽ 4-5 ഇടവകകൾ കറങ്ങി തിരിഞ്ഞാണ് ഞാൻ ഇവിടെ വീണ്ടും എത്തിയത്. പിന്നെ കാർലോസിന്റെയും മോന്റെയും കാര്യം ഓർക്കാൻ പ്രത്യേക കാരണമുണ്ട്. കർത്താവ് ഒരു അത്ഭുതം നിവർത്തിയാക്കിയത് ആർക്കും അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ഒരു കുഞ്ഞിക്കാൽ കാണാതെ വിഷമിച്ചിരുന്ന കാർലോസിന് ദൈവം നേരിട്ടല്ലേ കൊടുത്തത്. പള്ളി സെമിത്തേരിയിൽ ആരോ ഉപേക്ഷിച്ചു പോയ കുഞ്ഞാ റാഫേൽ. ആ ക്രൂരതയ്ക്ക് ദൈവം മാപ്പ് കൊടുക്കട്ടെ. ഇടവകക്കാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു ആ കുഞ്ഞിനെ. കാർലോസ് ആണെങ്കിൽ സ്വന്തം മോനെ പോലെയാ അവനെ വളർത്തിയതും. അല്ല, താങ്കൾ കാർലോസിന്റെ ആരാണെന്നാ പറഞ്ഞത്? എന്റെ ബന്ധം കാർലോസുമായിട്ടല്ല, കാർലോസിന്റെ ദത്തുപുത്രനായ റാഫേലുമായിട്ടാണ്. 20 വർഷം മുമ്പ് എനിക്ക് പറ്റിയൊരു കൈപ്പിഴ. അതാണ് റാഫേൽ. അമ്മേ, കുറെ നേരമായി ഞാൻ ബെല്ലടിക്കാൻ തുടങ്ങിയിട്ട്. ഓ, ഒരു വീണവായന. എല്ലാം കൂടി ചവിട്ടി ഒടിച്ചാൻ പുറത്തു കളയും. അമ്മ പോയി കിടന്നോളൂ. മതി മതി. ഇത് കൂടെ അങ്ങോട്ട് കഴിക്കണം കവി. മതി അപ്പച്ച. മരുന്ന് കഴിക്കാനുള്ള ആരോഗ്യം വേണ്ട നിനക്ക്. ശരിക്കും വല്ല താഴത്തോട്ട് ചെല്ലണം. കഴിക്കണ പന്നി. എങ്ങനെയുണ്ട് ജോൺസൺ? ആ, നല്ല ആഹാരം കഴിക്കണം. ചിക്കൻ സൂപ്പ്, മട്ടൺ സൂപ്പ്, വെജിറ്റബിൾസ്. അവനെങ്ങനെ ചിക്കൻ സൂപ്പ് കഴിക്കണേ? പട്ടരൂട്ടിയല്ലേ നമ്പൂരിശൻ മോരി. എന്തിനാ ഇങ്ങനെയൊക്കെ വിളിക്കുന്നേ? സ്നേഹം കൊണ്ട് വിളിക്കണ കേട്ടോ. എനിക്ക് ഇവനല്ലാണ്ട് വേറെ ആരല്ല ഈ പന്നി. എന്തെങ്കിലും കഴിക്കുമ്പോ തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാ. ഡോക്ടർ നമ്പ്യാരോട് വിവരം പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ എനിക്ക് എന്താ അസുഖമെന്ന് ഡോക്ടർ പറയുന്നില്ല. ഈ ചെറുപ്രായത്തിൽ തന്നെ സംഗീത ആചാര്യന്മാർക്ക് പോലും വഴങ്ങാത്ത രാഗങ്ങൾ ഉയർന്ന ഷഡ്ജങ്ങളിൽ ആലപിച്ചതുകൊണ്ട് തൊണ്ടയ്ക്ക് ക്ഷതമേറ്റതായിരിക്കും. എന്തിനാ പേരൊക്കെ മാറ്റി പറഞ്ഞത്? റാഫേൽ നല്ല പേരാണല്ലോ. കേട്ടാ ഡോക്ടർ പറഞ്ഞ കേട്ടാ നീയേ? എന്തുട്ടാ പേരാ മാറ്റേ? എടാ, എപ്പോഴും നല്ലത് നേരെ വാ നേരെ പോന്നുള്ള വഴിയാണ്. റാഫേൽ വിഷമിക്കണ്ട കേട്ടോ. നമ്പ്യാര് നല്ല ഡോക്ടറാ. കേട്ടല്ല നീയേ? വായ തുറക്കടാ, തുറക്കടാ ശാബി. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എല്ലാം ഒരു കെട്ടുകഥ പോലെ. അല്ല, ഒരു കണക്കിന് ഇതൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതിക്കൂടെ? കുട്ടികളില്ലാത്ത നിങ്ങളുടെ അടുത്തേക്ക് ഈശ്വരൻ അവനെ പറഞ്ഞയച്ചതാണെങ്കിലോ? ഈശ്വരനല്ല, ചെകുത്താൻ അയച്ചത്, എന്റെ ജീവിതം തൊലയ്ക്കാൻ. വർമ്മ, ലുക്ക്, സുബ്ബലക്ഷ്മിയിൽ തനിക്ക് കുട്ടികളില്ലാത്ത സ്ഥിതിക്ക് റാഫേലിനെ സ്വന്തം മകനായിട്ട് കരുതിക്കൂടെ? തന്റെ ചോരയല്ലെങ്കിലും അവനെ സുബ്ബലക്ഷ്മി പ്രസവിച്ചതല്ലേ? അതാണ് കുഴപ്പം. ഏത് നിമിഷം അവൾ റാഫേലിനെ തിരിച്ചറിയുന്നുവോ ആ നിമിഷം ഞാൻ പിടിച്ചെടുക്കിയ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് നഷ്ടപ്പെടും. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണക്കാരൻ ഞാനാണെന്ന് അറിഞ്ഞാൽ പണ്ട് അപകടമരണമാണെന്ന് എടുത്തെളിയാൻ അവന്റെ അച്ഛന്റെ കൊലപാതകത്തിന് പോലും ഞാൻ സമാധാനം പറയേണ്ടി വരും. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് നമ്പ്യാരുടെ സഹായം എനിക്ക് വേണം. മനസ്സിലായില്ല. അസുഖം ഭേദമായി അവനിവിടുന്ന് പോകരുത്. അതിനു മുമ്പ് യെസ്, അവൻ ജീവനൊഴിക്കാൻ പാടില്ല. ഐ വാണ്ട് ടു കിൽ ദാറ്റ് ബാസ്റ്റർഡ്. ചുപ്പിട്ട് വാതിൽ മുട്ടിട്ട് അകത്ത് ഒന്നുകൂടെ നിനക്ക്. നമ്പ്യാർ ഡോക്ടറെ കാണാൻ വന്നത്.
204 പേഷ്യന്റ് റാഫേൽ വേദന കൂടി നിലവിളിക്കുക. അത് പറയാൻ വന്നതാ. അപ്പൊ മുട്ടണോ തട്ടണോ എന്നൊന്നും ഞാൻ ആലോചിച്ചില്ല. താൻ പോയിക്കോ, ഡോക്ടർ നോക്കിക്കോളൂ. ചെല്ല്. എന്താടോ? നല്ല വേദനയുണ്ട്. തൊണ്ടയ്ക്കുള്ളിൽ മുള്ളാണി പെട്ട പോലെ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ അധികം സംസാരിക്കണ്ട. ആ, ഓവറാനല്ലേ? അതെ ഡോക്ടർ. ആ 405 പേഷ്യന്റ് ആംബുലൻസിലും കൊടുത്തോ? ഇല്ല ഡോക്ടർ, ഇത് കഴിഞ്ഞിട്ട്. ഇതുവരെ കൊടുത്തില്ലേ? ഇല്ല ചെല്ല്, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. യൂസ്ലെസ്. ഡോക്ടർ. അതെ, ഞാൻ പറഞ്ഞങ്ങ് ചെയ്താൽ മതി. ചെല്ല്. അരമണിക്കൂറിനുള്ളിൽ എല്ലാ വേദനയും മാറും.